നമ്മുടെ ജീവിതത്തിൽ ഒരു തവണ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു വാൽനക്ഷത്രം ഭൂമിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം 80,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഭൂമിയുടെ സമീപത്തുകൂടി കടന്നു പോകുന്ന ഒരു ധൂമകേതുവാണ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഓർട്ട് ക്ലൗഡ് മേഖലയിൽ നിന്നും സൂര്യനെ വലയം ചെയ്തുകൊണ്ട് ഭൂമിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കൊമറ്റ് സി 2023 A3 അഥവാ സുഷിൻചാൻ അറ്റ്ലസ് എന്ന വാൽനക്ഷത്രമാണിത്. അധികം വൈകാതെ തന്നെ ഇത് ഭൂമിയുടെ അടുത്തെത്തും. ആ സമയത്ത് നമുക്കിതിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. എന്താണ് കൊമറ്റ് സി 2023 A3 വാൽനക്ഷത്രമെന്നും എപ്പോഴാണിത് നമ്മുടെ ഭൂമിയുടെ അടുത്തെത്തുന്നതെന്നും കൂടാതെ എന്നാണ് ഇതിനെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കുക എന്നതൊക്കെ വിശദമായി തന്നെ നമുക്ക് നോക്കാം. വളരെ കാലം മുൻപ് തന്നെ നമ്മൾ വാൽനക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങിയിരുന്നു. നമ്മുടെ സൗരയൂഥം രൂപപ്പെട്ട് നക്ഷത്രവും ഗ്രഹങ്ങളുമൊക്കെ രൂപപ്പെട്ടതിന് ശേഷം അവശേഷിച്ച പദാർത്ഥങ്ങളിൽ നിന്നാണ് ബാക്കി വരുന്ന ചെറിയ ചെറിയ ബഹിരാകാശ വസ്തുക്കൾ ഉണ്ടായത്. അതായത് ആസ്ട്രോയിഡ്സ്, കൊമറ്റ്സ്, മീറ്ററോയിഡ്സ് തുടങ്ങിയവ. ഇതെല്ലാം ഒരേ തരം വസ്തുക്കളല്ല, എല്ലാത്തിനും വ്യത്യാസമുണ്ട്. ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വളരെ ചെറിയ പദാർത്ഥങ്ങളാണ് മീറ്ററോയിഡ്സ്. ഇത് ഏകദേശം ഒരു മണൽത്തരി മുതൽ ഏതാനും ചില മീറ്റേഴ്സ് മാത്രം വലുപ്പമുള്ള ചെറിയ വസ്തുക്കളാണ്. ഇനി ആസ്ട്രോയിഡ്സ് എന്താണെന്ന് വെച്ചാൽ ഇവ ഗ്രഹങ്ങളെക്കാളും ചെറിയ വസ്തുക്കളാണ്. ഇവയ്ക്ക് ഏകദേശം 1 കിലോമീറ്റർ മുതൽ നൂറുകണക്കിന് കിലോമീറ്റേഴ്സ് വരെ വലുപ്പമുണ്ടായിരിക്കും. ഇനി ഇതുപോലെയുള്ള ആസ്ട്രോയിഡുകളിൽ നിറയെ ഐസിന്റെ പദാർത്ഥമാണുള്ളതെങ്കിൽ അവയെയാണ് നമ്മൾ കൊമറ്റ്സ് അഥവാ വാൽനക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വാൽനക്ഷത്രമാണ് കൊമറ്റ് സി 2023 A3. ഇതാദ്യമായി കണ്ടെത്തിയത് 2023 ജനുവരി 9 ചൈനയിലെ പർപ്പിൾ മൗണ്ടെയിൻ ഒബ്സർവേറ്ററിയിലൂടെയും നാസയുടെ അറ്റ്ലസ് അഥവാ ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്റ്റ് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റത്തിലൂടെയുമാണ്. ഈ വാൽനക്ഷത്രം സൗരയൂഥത്തിന്റെ അതിർത്തിയിലുള്ള ഓർട്ട് ക്ലൗഡ് മേഖലയിൽ നിന്നാണ് വരുന്നത്. ഇതൊരു പുതിയ വാൽനക്ഷത്രമാണെന്നാണ് കരുതുന്നത്. അതായത് ഈ വാൽനക്ഷത്രം ആദ്യമായിട്ടാണ് ഔട്ടർ സോളാർ സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ ഇന്നർ സോളാർ സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ വാൽനക്ഷത്രത്തെ കണ്ടെത്തിയപ്പോൾ ഇത് സൂര്യനിൽ നിന്നും ഏകദേശം 7.2 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അകലെ ജൂപ്പിറ്ററിന്റെ ഓർബിറ്റിനപ്പുറമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞ മാസം സെപ്റ്റംബർ 27 സൂര്യനോട് ഏറ്റവും അടുത്തെത്തി. ഏകദേശം 0.39 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അഥവാ 58 ദശലക്ഷം കിലോമീറ്റേഴ്സ് അകലം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഓർട്ട് ക്ലൗഡ് മേഖലയിൽ നിന്നും വരുന്ന വാൽനക്ഷത്രങ്ങളിൽ സാധാരണയായി കാർബൺ മോണോക്സൈഡ് പോലെയുള്ള അൺസ്റ്റേബിൾ ആയിട്ടുള്ള വസ്തുക്കൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇവ സൂര്യനോടടുക്കുമ്പോൾ സൂര്യന്റെ താപനില കാരണം അവയിലുള്ള ഐസ് പദാർത്ഥങ്ങൾ പതിയെ ഉരുകാൻ തുടങ്ങും. അങ്ങനെ ഉരുകുന്ന പദാർത്ഥങ്ങൾ അവയിൽ നിന്നും പുക പോലെ പുറന്തള്ളപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ വാൽനക്ഷത്രങ്ങളെ നോക്കുമ്പോൾ അതിന് വാല് പോലെ കാണുന്നത്. ഈ വാൽനക്ഷത്രം 139 ഡിഗ്രി ചെരിവുള്ള റെട്രോഗ്രേഡ് ഓർബിറ്റിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് ഗ്രഹങ്ങളിൽ നിന്നും വിപരീത ദിശയിലാണ് സൂര്യനെ ചുറ്റുന്നത്. ഇത് ഓർട്ട് ക്ലൗഡ് മേഖലയിൽ നിന്നും വരുന്ന വാൽനക്ഷത്രങ്ങൾക്ക് സാധാരണമാണ്. കൂടാതെ ഇത്തരത്തിൽ റെട്രോഗ്രേഡ് ഓർബിറ്റിൽ വലയം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് സൂര്യന് ചുറ്റും ഒരു തവണ വലയം വെക്കാൻ 80,000 വർഷങ്ങൾ എടുക്കുന്നത്. ഈ വരുന്ന ഒക്ടോബർ 1 മൂൺ വാണിംഗ് ക്രസന്റ് ഫേസിൽ ഇതിനെ ടെലസ്കോപ്പിലൂടെ മനോഹരമായി കാണാൻ സാധിക്കും. കൂടാതെ ഒക്ടോബർ 2 നടക്കുന്ന ആനുവൽ സോളാർ എക്ലിപ്സിലും ഇതിനെ കാണാൻ സാധിക്കും. ഒരു വാൽനക്ഷത്രത്തിന്റെ തിളക്കം പ്രവചിക്കുക എന്നത് എപ്പോഴും വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. 2024 തുടക്കത്തിൽ ഇത് സൂര്യന്റെ അടുത്തെത്തും മുൻപ് തന്നെ പൊട്ടിത്തെറിക്കുമെന്നാണ് കരുതിയിരുന്നത്. 2013 ഐസോൺ വാൽനക്ഷത്രം ഇതിന് ഉദാഹരണമാണ്. ഇത് സൂര്യനോടടുത്തപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ചിരുന്നു. വാൽനക്ഷത്രങ്ങൾ എപ്പോഴും
പലപ്പോഴും പ്രവചനാതീതമാണ്. അവയുടെ ഘടനയിലെ ചെറിയ മാറ്റങ്ങൾ പോലും വ്യത്യസ്തമായ ഫലങ്ങളിലേക്ക് നയിക്കും. കൊമറ്റ് സി 2023 A3 വാൽനക്ഷത്രം ഭൂമിയോടടുക്കുമ്പോൾ ഒക്ടോബർ 7-നും 10-നും ഇടയിൽ സോഹോ പേടകത്തിലെ ലാസ്കോ C3 ഫീൽഡ് ഓഫ് വ്യൂവിലൂടെ കടന്നുപോകും. ആ സമയത്ത് സോഹോ സ്പേസ് ക്രാഫ്റ്റ് വാൽനക്ഷത്രത്തിന്റെ വിശദമായ ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയക്കും. 1995-ൽ ESA വിക്ഷേപിച്ച സ്പേസ് ക്രാഫ്റ്റ് ആണ് സോഹോ അഥവാ സോളാർ ആൻഡ് ഹീലിയോസ്ഫെറിക് ഒബ്സർവേറ്ററി. ഇതിനുശേഷം ഒക്ടോബർ 12-ന് വാൽനക്ഷത്രം ഭൂമിയോട് ഏറ്റവും അടുത്തെത്തും. ഏകദേശം 80.74 km/s വേഗതയിലായിരിക്കും ഇത് ആകാശത്തിലൂടെ പോകുന്നത്. ഒക്ടോബർ 12-ന് വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷം സ്റ്റാർ വാൾക്ക് പോലെയുള്ള ആസ്ട്രോണോമിക്കൽ ആപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ ദിശ കണ്ടുപിടിച്ച് ആകാശത്തേക്ക് നോക്കിയാൽ വളരെ മനോഹരമായ തിളക്കമുള്ള വാൽനക്ഷത്രത്തെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കും. പ്രകാശത്തിന് സംഭവിക്കുന്ന ഫോർവേഡ് സ്കാറ്ററിംഗ് എന്ന പ്രതിഭാസം കൂടി സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ചന്ദ്രൻ കഴിഞ്ഞാൽ രാത്രി ആകാശത്ത് കാണുന്ന ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഈ വാൽനക്ഷത്രമാകാനും സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ഈ വരുന്ന ഒക്ടോബർ 12-ാം തീയതി വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷം ആകാശത്തേക്ക് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തവണ മാത്രം കാണാൻ പറ്റുന്ന കൊമറ്റ് സി 2023 A3 എന്ന ഈ മനോഹരമായ വാൽനക്ഷത്രത്തെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരും ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇതുകൂടാതെ ഒക്ടോബർ മാസം അവസാനം സംഭവിക്കാൻ പോകുന്ന മറ്റൊരു സ്പേസ് ഇവന്റ് ആണ് ഓറിയോണിഡ് മീഡിയർ ഷവർ. ഇത് ഹാലീസ് കോമറ്റിന്റെ അവശിഷ്ടങ്ങൾ മൂലമുണ്ടാകാൻ പോകുന്ന ഉൽക്കാവർഷമാണ്. ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമ്മൾ വിശദമായി തന്നെ നോക്കുന്നതായിരിക്കും. ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.